Hi everyone, this is Abin from Evika. In the Apple news, we will talk last week എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനും ന്യൂസിനും വിട്ടാണ്. ഈ ഒരു വീക്ക് നമുക്ക് കുറച്ചധികം അടിപൊളി അപ്ഡേറ്റ്സും ന്യൂസും വരുന്നുണ്ട്. സോ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ iOS 17.4 WatchOS, macOS, tvOS എന്നിങ്ങനെ എല്ലാ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും നമുക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല, ബാക്കി ഇൻഡെപ്ത് കാണാനിട്ടില്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും കാണുക, നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. 2024 ജൂണിൽ നമുക്ക് iOS 18 ഒരു കംപ്ലീറ്റ് റീമാപ്ഡ് ആയിട്ടുള്ള ഒരു OS ലഭിക്കുന്നതാണ് മെഞ്ചിക്കോ പറയുന്നത്. AI ബേസ്ഡ്, അതേപോലെ തന്നെ നമ്മുടെ യൂസർ എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ യൂസർ ലോഗോ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ ചേഞ്ച് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ iPhone SE 2024 അവസാനം അല്ലെങ്കിൽ 2025 വരും എന്നാണ് നമുക്ക് ഇടുന്ന റിപ്പോർട്ട്. അതിനൊരു CAD റെൻഡർ, അതായത് ഒരു 3D റെൻഡർ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സിംഗിൾ ക്യാമറയാണ്, പക്ഷേ 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ പറയുന്ന USB-Cയും ചിലപ്പോൾ ഡൈനാമിക് ആയിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ പറഞ്ഞ SE ഫാൻസിനെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ ഒരു മാർച്ചിൽ ആപ്പിൾ ഒരു ഇവന്റ് നമുക്ക് തരുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു ഇവന്റ് ആയിട്ട് ആപ്പിൾ ചിലപ്പോൾ ഹോസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതിന് പകരം ജസ്റ്റ് ഒരു പ്രസ് റിലീസ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ M3യുടെ ഒരു MacBook Air ഇപ്പോൾ റിലീസായിട്ടുണ്ട്. 13 ഇഞ്ചിൻ്റെയും 15 ഇഞ്ചിൻ്റെയും. ഈ ഒരു റിലീസായതുപോലെ തന്നെ വേറെ ഒരു ബഹളവും ഇല്ലാതെ പ്രസ് റിലീസ് ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തുകൊണ്ടും പബ്ലിഷ് ചെയ്തുകൊണ്ടായിരിക്കും ഇനി വരാൻ പോകുന്ന മാർച്ചിലെ എല്ലാ പ്രൊഡക്ട്സും ആപ്പിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് നമുക്കിടുന്ന റിപ്പോർട്ട്. സോ ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് പുതിയതാണ്, എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ന്യൂസ് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വൈ നോട്ട്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നാൽ മാത്രമാണ് പുതിയ പുതിയ ആപ്പിളിൻ്റെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാറുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴി അപ്ഡേഷൻ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും തൊട്ട് താഴെ കൊടുത്തേക്കാം, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം പറയാൻ കാരണം നമ്മുടെ ഐഫോണിൻ്റെ വിജറ്റ് സെക്ഷനിലെ ലോക്ക് സ്ക്രീനിൽ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ വിജറ്റ് സെക്ഷനിൽ ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ യൂസേഴ്സും ആ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്യുക, ജസ്റ്റ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ വിജറ്റ് സെക്ഷനിൽ പോയിട്ട് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിജറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റോറീസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റീവ് ജോബ്സ് ഒപ്പിട്ട ഏറ്റവും ആദ്യത്തെ ഐഫോണിൻ്റെ ഒരു ചെക്ക് ഇപ്പോൾ ആപ്പിൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. കാശുള്ള കൂട്ടുകാരാണെങ്കിൽ അത് വാങ്ങിക്കുക, പറ്റുന്നതാണെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരിക. കാരണം സ്റ്റീവ് ജോബ്സിൻ്റെ തന്നെ ഒപ്പിട്ട് ആ ഒരു ക്യാഷിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചെക്കിൻ്റെ നോട്ട് അത്ര റയറാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നതാണെങ്കിൽ എന്തായാലും കളക്ട് ചെയ്ത് വെക്കുക. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഈ പറഞ്ഞ ഫോണുള്ള കളക്ട് ചെയ്ത് വെക്കുന്നത്. സാധനങ്ങൾ ചിലതൊക്കെ വർക്കാവും, ചിലത് വർക്കാവില്ല, എന്നാലും എല്ലാത്തിനും അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് ക്രേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സേവ് ചെയ്യുക, കളക്ട് ചെയ്ത് വെക്കുക. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പീസാവും. അതേപോലെ സ്റ്റീവ് ജോബ്സിന് ഇഷ്ടമുള്ള കാര്യമാണ് മാക്ബുക്കില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ ഫുൾ ഡിസ്പ്ലേ ടച്ച് ആക്കുന്നത്. അതായത് ഐപാഡ് പോലെ തന്നെ നമ്മുടെ കീബോർഡിൻ്റെ കാര്യങ്ങളൊന്നും ടച്ച് ആക്കുന്നത് സ്റ്റീവ് ജോബ്സിന് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ 2027 ഫോൾഡബിൾ ആയിട്ടുള്ള മാക്ബുക്സ് ഓൾറെഡി ആൾക്കാർക്ക് അറിയാം. ഈ പറഞ്ഞ മാക്ബുക്ക് ഫോൾഡബിൾ ആണ്, പക്ഷേ അങ്ങനെയല്ല, ഒരു എന്താ പറയുക, ഫുൾ ഡിസ്പ്ലേ ട്രാക്ക് പാഡ് മാത്രം വെച്ച് ബാക്കി ഫുൾ ഡിസ്പ്ലേ ആക്കിക്കൊണ്ട് ഒരു ഫോൾഡബിൾ മാക്ബുക്ക് 20 ഇഞ്ചിൻ്റെ ഒരു ഫുൾ ഡിസ്പ്ലേ വരുന്ന ടച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോൾഡബിൾ മാക്ബുക്ക് റിലീസ് ചെയ്യാനുള്ള ചാൻസ് എന്നാണ് മിഞ്ചിക്കൊണ്ട് റിപ്പോർട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് അൾട്രയിൽ മൈക്രോ LED ഡിസ്പ്ലേ വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ആ ഒരു കാര്യം ആപ്പിൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു കമ്പനിയായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക എഗ്രിമെൻറ്റ് ശരിയാവാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൽ മൈക്രോ LED ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ടായിരിക്കും മേ ബി ഈ ഒരു കൊല്ലം ആപ്പിൾ മൈക്രോ LED ആപ്പിൾ വാച്ച് അൾട്രയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും കുറേയധികം പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Xavier signing from Evika.